ഹായ് സുന്ദരീസ്, നമ്മളിപ്പോൾ പാലക്കാടാണ് കേട്ടോ. അമ്മ സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അരിപ്പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നും 2 അല്ലെങ്കിൽ 3 മുട്ട കഴിക്കുന്നു, നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇഡ്ഡലി മുട്ടയൊക്കെ കൂടി കഴിച്ച് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ മുട്ടയുടെ മഞ്ഞ അങ്ങനെ കഴിക്കില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കഴിക്കണതല്ലേ മുട്ട നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞ അങ്ങനെ കഴിക്കില്ല. ഏട്ടനും മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മീനിനും കൊടുത്തു. അങ്ങനെ നല്ല തക്കുട് മുണ്ടന്മാരായിട്ടാണ് മീനൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഒന്ന് കൽപ്പാത്തി ഇറങ്ങി കേട്ടോ. എനിക്കിവിടുത്തെ ഫിൽറ്റർ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കടുപ്പവും അതുപോലെ നല്ല മധുരമുള്ള ഫിൽറ്റർ കോഫി ഭയങ്കര കിക്കാണ് കേട്ടോ അതിന്. പിന്നെ എപ്പോഴും ഞാൻ ഇവിടെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഞാനും ഏട്ടനും കൂടെ വന്ന് കൽപ്പാത്തി ഒരു 2 റൗണ്ടെങ്കിലും നടക്കും. അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നല്ല ക്ലൈമറ്റുമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ സേമിയ പായസം ഉണ്ടാക്കണം. അമ്മയുടെ സേമിയ പായസം ഒരു മാസ്റ്റർ പീസാണ്. അപ്പോൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാം. പിന്നെ ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അമ്മ ഇവിടേക്ക് വേണ്ടിയിട്ട് മീൻകറിയും കക്കയും ക്രാബും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ അടിപൊളിയായിട്ട് നോൺ വെജ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടേക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അമ്മയുടെ, അത് പാലക്കാട്ടത്തെ അമ്മയുടെ സ്പെഷ്യൽ പായസവും എല്ലാം കൂടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. ഇനി അടുത്ത ടാസ്ക്, ലോല ഹൃദയം ഉള്ളവർ പ്ലീസ് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തോളാം. നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കുറേ പേര് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ നെറ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അച്ഛൻ്റെ ബുദ്ധിയാണ് കേട്ടോ. അച്ഛൻ ഇതിനൊക്കെ മാസ്റ്റർ മൈൻഡാണ്. എന്നിട്ട് അപ്പോൾ അതിനെ ഇങ്ങനെ വലിച്ചാൽ മതി. ഫുഡ് കൊടുക്കുമ്പോഴേക്കും അതെല്ലാം കൂടി ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ അതിൽ വലിക്കുമ്പോൾ ഇതിനെ പിടിക്കും. എനിക്കറിയാം കുറേ പേർക്ക് ഇത് കാണുന്ന സങ്കടമാണ്. പ്ലീസ് സ്കിപ്പ് ചെയ്യൂ. അപ്പോൾ എന്തായാലും ഇതിനെ നമ്മൾ കൊണ്ടുപോവാണ് തൃശ്ശൂർക്ക് കറി വെക്കാനായിട്ട്. അതെൻ്റെ അമ്മ വയ്ക്കും കേട്ടോ. അപ്പോൾ അതും പിന്നെ എന്നോട് ക്ഷമിക്കുക പ്ലീസ്, എന്നെ പ്രാകരുത്. സോറി മീൻ എന്നെ എന്തായാലും കൊണ്ടുപോയി. ഇടയ്ക്കെന്നല്ല, ഞാൻ വരുമ്പോഴാണ് മെയിനായിട്ട് മീൻ പിടിക്കുക. അതല്ലെങ്കിൽ അതിനെ വളർന്നോളും. പിന്നെ ഇവിടെ കപ്പ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുകയാണ്. പക്ഷെ കുറച്ചും കൂടി ആവണേക്കാട്ടും മുന്നേ നമ്മളിങ്ങനെ പോരുമ്പോൾ തന്നു വിടണം എന്നുള്ള രീതിയിൽ അമ്മയച്ഛനും എന്തായാലും പറിക്കാൻ പറഞ്ഞിട്ട് ഏട്ടൻ പറിച്ചതാണ്. അപ്പോൾ 2 കപ്പയുടെ ഇതങ്ങ് പറിച്ചെടുത്തു. കുറച്ചും കൂടി ആവാനുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കുളത്തിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കപ്പയുടെ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് ഇനി മെയിനായിട്ട് പാക്കിംഗ് ആണ്. ഈ കപ്പയും മീനും പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ തൃശ്ശൂർക്ക് കൊണ്ടുവരും. തൃശ്ശൂരിൽ നിന്ന് അമ്മ ഇവിടെ ഇങ്ങനത്തെ ഓരോ കറികളും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ പാർസൽ സർവീസ് പോലെയാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറേ സാധനം കൊണ്ടുപോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എൻ്റെ വീട് എവിടെയാണ്, ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണെന്നുള്ള. എൻ്റെ തൃശ്ശൂരാണ്. ഞാനും മോളും തൃശ്ശൂരാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാടാണ്. ഹസ്ബൻഡ് പക്ഷേ ജോലി ചെയ്യുന്ന വേറെ സ്ഥലത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി 2025 നമുക്ക് സെറ്റിൽ ആവാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. ബൈ.